PV അൻവർ പ്രതികരിക്കാൻ കൊതിപ്പിച്ച് കളഞ്ഞല്ലോ. PV അൻവറിൻ്റെ പത്രസമ്മേളനം ഇന്ന് പോലീസ് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമാണെന്ന പേരിൽ ഇന്ന് തടഞ്ഞിരുന്നു. എന്നാൽ അദ്ദേഹം അത്തരമൊരു നിയമത്തിൻ്റെ സാങ്കത്യത്തെ തന്നെ വെല്ലുവിളിക്കാണ്. അദ്ദേഹം മാധ്യമസമ്മേളനം നടത്തുമെന്ന രീതിയിൽ പ്രകോപനം ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ അദ്ദേഹം മാധ്യമ സമ്മേളനം നടത്തുമോ എന്ന കാര്യം അല്പം നിമിഷങ്ങൾക്ക് അറിയാം. സൂരജ് സജി നമുക്കൊപ്പം ചേരുകയാണ്. സൂരജ് പറയൂ, എന്താ ഇപ്പം നടക്കുന്നത്? PV അൻവറിന്റെ വാർത്താ സമ്മേളനം തുടങ്ങാൻ പോവുകയാണ്. അൻവർ ഇപ്പോൾ ഈ അരമന ഹോട്ടലിലേക്ക് എത്തിയിരിക്കുന്നു. ഇതിനു മുൻപ് തന്നെ, അതായത് അൻവർ എത്തുന്നതിന് തൊട്ട് പിന്നാലെ ഈ ഇലക്ഷൻ കമ്മീഷന്റെ ആളുകളും ഇങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആളുകൾ പറയുന്നത് ഇത് പെരുമാറ്റച്ചട്ട ലംഘനമാണ്, അതുകൊണ്ട് തന്നെ ഇത് ഈ വാർത്താ സമ്മേളനം അനുവദിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടിലാണ് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുള്ള ആളുകൾ. പക്ഷേ അവർ മുൻപ് തന്നെ, അതായത് ഈ പ്രസ് മീറ്റ് അനുവദിക്കരുതെന്ന് പറഞ്ഞ ഈ ഹോട്ടൽ അധികൃതർക്ക് നോട്ടീസ് നൽകാൻ തീരുമാനിച്ചിരുന്നു. ആ നോട്ടീസ് നൽകാൻ അവർ എത്തുന്നതിന് തൊട്ട് മുൻപ് തന്നെ PV അൻവർ MLA ഇങ്ങോട്ടേക്ക് എത്തി. അദ്ദേഹം ഇപ്പോൾ ഈ ഹോട്ടലിൽ പ്രവേശിച്ച് വാർത്താ സമ്മേളനത്തിന് തയ്യാറെടുക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചിരുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമാണോ എന്ന് PV അൻവറിനോട് ചോദിച്ചിരുന്നു. പക്ഷെ അദ്ദേഹം പറഞ്ഞിരുന്നത് ഇത് ഒരു തരത്തിലുള്ള പെരുമാറ്റച്ചട്ട ലംഘനവുമല്ല, മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയിട്ടാണ് ഇവർ തന്റെ വാർത്താ സമ്മേളനം തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്നുള്ളതായിരുന്നു അൻവർ പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഈ വാർത്താ സമ്മേളനം പകർത്തുന്നതിന് വേണ്ടി ഇലക്ഷൻ കമ്മീഷന്റെ അടക്കം പ്രതിനിധികളും ഈ വാർത്താ മുറിക്കകത്തേക്ക് അവരും കയറിയിട്ടുണ്ട്. എന്തായാലും ഇത് പെരുമാറ്റച്ചട്ട ലംഘനമാണ്, ഒരു തരത്തിലും അനുവദിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പോലീസും അതുപോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ആളുകളും അറിയിക്കുന്നത്. പക്ഷേ PV അൻവർ MLA ആകട്ടെ പറയുന്നത് ഇതിൽ ഒരു തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവും കാര്യം താൻ ഇവിടെ നിന്ന് പറഞ്ഞതിന് ശേഷം മാത്രമേ പോവുകയുള്ളൂ എന്നൊരു നിലപാടിലാണ് PV അൻവർ ഉള്ളത്. ഈ ഹോട്ടൽ അധികൃതരോടും ഈ പ്രസ് മീറ്റ് അനുവദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഈ പോലീസ് ഉൾപ്പെടെ അവരെ സമീപിച്ചിരുന്നു. അപ്പോൾ അവർ തങ്ങൾ വാർത്താ സമ്മേളനം നടത്തുന്നതിന് വേണ്ടിയുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടില്ല, പകരം ഒരു ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട സജ്ജീകരണങ്ങൾ നടത്തണം എന്നാണ് ഈ PV അൻവർ ആവശ്യപ്പെട്ടിരുന്നത്. അത് പ്രകാരമുള്ള സജ്ജീകരണങ്ങൾ മാത്രമാണ് തങ്ങൾ നടത്തിയത് എന്നുള്ളതായിരുന്നു ഈ ഹോട്ടൽ അധികൃതർ പറഞ്ഞിരുന്നത്. പക്ഷേ പോലീസും അതുപോലെ തന്നെ ഇലക്ഷൻ കമ്മീഷനും ആകട്ടെ ഈ ഒരു തരത്തിലുള്ള പരിപാടികൾക്കും ഇവിടെ അനുവദിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഹോട്ടലിന് ഇതിന് മുന്നോടിയായി തന്നെ ഈ വാർത്താ സമ്മേളനത്തിന്റെ വിവരങ്ങൾ ലഭിച്ച പശ്ചാത്തലത്തിൽ ഈ PV അൻവറിന് ഈ ഹോട്ടലിലെ സ്ഥലം വിട്ടുകൊടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നോട്ടീസ് നൽകും എന്നുള്ളതായിരുന്നു പറഞ്ഞത്. നോട്ടീസ് നൽകുന്നതിന് ഇങ്ങോട്ടേക്ക്, അതായത് ഈ ഹോട്ടലിലേക്ക് എത്തുന്ന സമയത്ത് തന്നെ, എത്തുന്നതിന് തൊട്ട് മുൻപ് മിനിറ്റുകൾക്ക് മുൻപ് തന്നെ അൻവർ ഈ ഹോട്ടലിലേക്ക് എത്തുന്നു. അദ്ദേഹം വന്ന് കാറിൽ ഇറങ്ങുന്നു, കയറി വരുന്നു. ആ സമയത്ത് നമ്മൾ അദ്ദേഹത്തോട് ഇത് സംബന്ധിച്ചുള്ള പ്രസ് മീറ്റ്, അതായത് ഇത് പെരുമാറ്റച്ചട്ട ലംഘനമാണ് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് അതിൽ ഒരു തരത്തിലുള്ള പെരുമാറ്റച്ചട്ടവുമില്ല, തനിക്ക് പറയാനുള്ളത് താൻ പറഞ്ഞിട്ടേ പോവുകയുള്ളൂ. അപ്പോൾ ആരാണിത് തടസ്സപ്പെടുത്തുന്നത്? അങ്ങനെ ചട്ടലംഘനം ഇല്ലാത്തൊരു പ്രസ് മീറ്റ് എന്തിന് തടസ്സപ്പെടുത്തുന്നു എന്ന് ചോദിച്ചപ്പോൾ അത് മുഖ്യമന്ത്രി പിണറായി വിജയന് വേണ്ടിയാണ് തടസ്സപ്പെടുത്തുന്നത്, തന്റെ വാദങ്ങൾ അല്ലെങ്കിൽ താൻ സംസാരിക്കുന്നത് തടസ്സപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ്, ഒരു തരത്തിലും താൻ അതിൽ നിന്ന്, അതായത് ഈ പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടേ പോവൂ എന്നൊരു നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ടായിരുന്നു PV അൻവർ ഈ ഹോട്ടലിലേക്ക് കയറി വന്നത്. പക്ഷേ ഇതൊരു പ്രകോപനപരമായ സാഹചര്യം സൃഷ്ടിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത്. കാരണം ഒരു സമാധാനപരമായ അന്തരീക്ഷത്തിൽ പോകുന്നതിന് വേണ്ടിയാണ് ഇത് ഒഴിവാക്കണം എന്ന് പറഞ്ഞത്. ഈ പരസ്യപ്രചരണം അവസാനിച്ചതിന് ശേഷം ഒരു നേതാക്കളും ഈ മണ്ഡലത്തിനകത്ത് തങ്ങരുതെന്നുള്ളത് കർശന നിർദ്ദേശമാണ്. പക്ഷേ ആ കർശന നിർദ്ദേശം നിലനിൽക്കെ PV അൻവർ ഇങ്ങോട്ട് തരത്തിലൊരു വാർത്താ സമ്മേളനം വിളിച്ചുകൂട്ടുന്നത് എന്നുള്ളതാണ് കമ്മീഷനും എല്ലാം ചൂണ്ടിക്കാണിക്കുന്നത്. പക്ഷേ അവരുടെ വാദമുഖങ്ങളെ എല്ലാം തള്ളിക്കൊണ്ട് PV അൻവർ വാർത്താ സമ്മേളനം നടത്തുന്നതിന് വേണ്ടി ഈ അരമന ഹോട്ടലിലേക്ക് എത്തിയിരിക്കുന്നു. അല്പസമയത്തിനകം തന്നെ ഈ വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹോട്ടൽ അധികൃതരും ഈ അരമന ഹോട്ടലിലാണ്, ചേലക്കരയിലെ അരമന ഹോട്ടലിലാണ് ഈ വാർത്താ സമ്മേളനം വിളിച്ചിരുന്നത്. നമ്മൾ അവരോടും ചോദിച്ചിരുന്നു, ഇത്തരത്തിലൊരു വാർത്താ സമ്മേളനത്തിന് വേണ്ടി നേതാക്കൾക്ക് ഹോൾ വിട്ടുകൊടുക്കുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്നു ഒരു ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഈ സ്ഥലം വിട്ടു നൽകണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടത്, അല്ലാതെ ഒരു തരത്തിലുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയും അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയപരമായ പരിപാടികൾക്ക് വേണ്ടിയും ഇത് വിട്ടുകൊടുത്തിരുന്നില്ല എന്നുള്ളതായിരുന്നു അവർ ഇത് സംബന്ധിച്ച് വിശദീകരിച്ചത്. അതിന് തൊട്ട് പിന്നാലെയാണ് ഇലക്ഷൻ കമ്മീഷൻ തന്നെ ഈ ഹോട്ടൽ അൻവറിന് വിട്ടുകൊടുക്കുന്നത് എന്ന ഔദ്യോഗികമായി ഒരു നോട്ടീസ് നൽകാൻ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് വിവരങ്ങൾ നൽകിയത്. ഹോട്ടലിൽ PV അൻവർ ഉണ്ട്. ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ നിരീക്ഷകരും ഇവിടെ എത്തിയിട്ടുണ്ട്. പോലീസ് ഇത് തെരഞ്ഞെടുപ്പ് നിയമത്തിന്റെ ചട്ടലംഘനമായതുകൊണ്ട് തന്നെ ഈ പത്രസമ്മേളനം നടത്താൻ പാടില്ല എന്ന് പറഞ്ഞെങ്കിലും അതൊന്നും കേൾക്കാൻ PV അൻവർ തയ്യാറായിട്ടില്ല. അദ്ദേഹം വാർത്താ സമ്മേളനം തുടങ്ങുമ്പോൾ നമുക്ക് മടങ്ങി വരാം.